ഏറ്റവും ബഹുമാന്യനായ മാനേജർ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേക്കാനം, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ വി വി ജോർജ് സാറെ, വൈസ് പ്രിൻസിപ്പൽ ആൻഡ് ഡീൻ ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ ചമക്കാലായി, പ്രിയപ്പെട്ട മിസസ് കെ ജെ മാത്യു മുൻ ഫാമിലി മെമ്പേഴ്സ്, വിന്നേഴ്സ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മിസ് ശ്രീജ ജയേഷ്, സ്മിത സാബു ആൻഡ് അഞ്ജന ജോസ്, പ്രിയപ്പെട്ട സെൻറ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, മുൻ പ്രിൻസിപ്പൽ കെ കെ ജോസ് സാറെ, ബഹുമാനായ മുൻ പ്രൊഫസർ സെബാസ്റ്റ്യൻ നെല്ലുവേലി സാറെ, ഈ സ്ഥാപനത്തോടും ഇതിൻ്റെ പ്രവർത്തനങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മാനേജർ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മനോഹരമായൊരു ചാപ്പല് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ചുവട്ടിൽ എമ്മാഊസ് യാത്രക്കാരുടെ ആ തിരുവചനമാണ് എഴുതി വച്ചിരിക്കുന്നത്. സ്റ്റേ വിത്ത് അസ്, മാനെ നോബിസ്കും എന്ന് ലത്തീനിൽ പറയുന്ന കാര്യമാണ്. റിമെയിൻ വിത്ത് അസ്, അവര് ഉദ്ധിതനായ ഈശോയോട് പറഞ്ഞ കാര്യമാണ്. സ്റ്റേ വിത്ത് അസ്. ഈ അപ്പം രണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ വിട്ടുപോകരുത്, കൂട്ടത്തിലായിരിക്കണം. അങ്ങനെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടി നമ്മൾ മനോഹരമായൊരു ചപ്പലാണ് നമ്മളുടെ സഭയുടെ ചില പുരാതനമായ പൈതൃകങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് മനോഹരമായ രീതിയിലുള്ള പൾത്താര, ബിസ്കുസാകൾ, സ്ലീവായ്, അതുപോലെ ഈ എമ്മാഊസ് യാത്രക്കാരുടെ നമ്മുടെ ഹൃദയം ഉറപ്പിക്കുന്ന ആ തിരുവചനം, ഇതെല്ലാം നിങ്ങളും കാണണം, ആ പള്ളിയിൽ കയറണം, പ്രാർത്ഥിക്കണം. ആ ഒരു സ്പിരിച്വൽ ഓറിയൻറ്റേഷനാണ് നമുക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവ വിചാരത്തോടുകൂടി നമ്മൾ ജീവിക്കണം. ഈശ്വറാമിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടെ ധാരാളം പേരിട്ടുണ്ട്. വളരെ നല്ല ദൈവവിശ്വാസികളാണ്. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും എല്ലാം നല്ലതുപോലെ ആദരിക്കുന്ന ആളുകളാണത്. അവരോടൊക്കെ കൂടുതൽ ബന്ധപ്പെടാനായിട്ട് നമ്മുടെ വൈസ് പ്രിൻസിപ്പലിന് സാധിച്ചിട്ടുണ്ട്. ചാപ്പലിൻ്റെ നിർമ്മിതിയിലും അദ്ദേഹത്തിൻ്റെ നിർണായകമായ പങ്കാളിത്തത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട മാനേജേഴ്സിന് ജനറലിന് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നമുക്ക് എല്ലാം ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായിട്ട് നമ്മുടെ ഈ സ്ഥാപനം വളരണം. ഈ സ്ഥാപനത്തെക്കുറിച്ച് ഉള്ള അത്യാവശ്യ ഡീറ്റെയിൽസ് എല്ലാം ജോർജ് സാറ് നമുക്ക് തന്നു. മാനേജേഴ്സൻ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവതരമായിട്ട് നമ്മളോട് സംസാരിച്ചു. ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ ഈ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ് തോമസ് കോളേജിൻ്റെ മുറ്റത്താണ്. അതുകൊണ്ടാണ് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പൽ അച്ഛനും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ഈ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നതിൻ്റെ കാരണം അതാണ്. ആ കോളേജിൻ്റെ മുറ്റത്താണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെൻറ് തോമസ് കോളേജും ഈ പ്ലേ ഗ്രൗണ്ടും എല്ലാമാണ്. അതിൻ്റെ ഒരു സൽപ്പേര് കൂടെ നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഈ ശ്രീകരിക്കും ജോർജ് സാറും നെല്ലുവേലി സാറും എല്ലാം ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലുള്ള വലിയൊരു കലാലയത്തിൻ്റെ
മുറ്റത്തുകൂടി ആയിരിക്കുമ്പോൾ നമുക്കതിന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സോഴ്സും ഫോഴ്സും ഈ വലിയ കോളേജ് തന്നെയാണ്. ഓട്ടോണമസ് പദവിയിലെത്തിയിരിക്കുന്ന കോളേജാണത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നേഷൻ ബിൽഡിംഗാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കാനുള്ള സ്ട്രാറ്റജിക് പോയിന്റ് വളർത്തുന്ന സ്ഥലമാണിത്. നേഷൻ ബിൽഡിങ്ങിൽ ഡെമോക്രസി, ഫെഡറലിസം, സെക്യുലറിസം, ഡൈവേഴ്സിറ്റി, ഇന്ത്യൻ ഈത്തോസ്, ഇന്ത്യൻ ലാംഗ്വേജസ്, ലിംഗ്വിസ്റ്റിക് ഡിഫറൻസസ്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. എങ്കിലും നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഈത്തോസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, മിസോറാമിൽ നിന്ന് പോലുമുള്ള കുട്ടികളിലൂടെ ഇരിക്കുമ്പോൾ അതാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയെ മുഴുവനും കാണാനും ആ രാജ്യത്തിൻ്റെ പവിത്രമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള വലിയൊരു പാഠശാലയാണ്. ഇതിലേക്ക് കുറെ കൂടി ഒരു അട്രാക്ഷൻ എല്ലാ സമുദായങ്ങളിൽ നിന്നും ഉണ്ടാകണം. ക്രൈസ്തവ സമുദായത്തിൽ നിന്ന്, ഇതര സമുദായങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ കുട്ടികൾ ഇവിടെ വരികയും ഇതിൻ്റെ പ്രാധാന്യം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടതുപോലെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അച്ഛന്മാർക്കും മനസ്സിലായിട്ടില്ല. ഈ കോളേജ് എന്താണെന്നും ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നും ഇനിയും നമ്മുടെ വൈദികരും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ പഠിക്കണം. അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ രോഗം. അതുകൊണ്ട് ഇതേക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ദേവാലയത്തിന് പുറത്തും പൊതുവേദികളിലും പള്ളി കമ്മിറ്റികളിലും ഒക്കെ പറയണം. ഞാൻ വിശുദ്ധിക്ക് പോകുമ്പോൾ എല്ലാ അവസരങ്ങളിലും ഈ സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കാരണം രൂപതയുടെ ഹൃദയമാണ് ഇതിനു വേണ്ടി തന്നിരിക്കുന്നത്. എന്നോട് പല അച്ഛന്മാരും ചോദിച്ചു, എന്തിനാണ് ഈ ഇത്രയും നല്ല ലാൻഡ് ഇതിനു വേണ്ടി കൊടുത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി കൊടുക്കും ഇത് ആവശ്യം വന്നാൽ. ഇത് വളർന്ന് ഇതിനേക്കാൾ വലിയൊരു ഡയമെൻഷനിലേക്ക് വന്നാൽ ഇനിയും ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ചിന്ത നമ്മളിലെല്ലാം കുറെ കൂടെ ആഴപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ സർവൻസാണ്, സിവിൽ സർവൻസാണ്. അത് വലിയൊരു ട്രെയിനിങ്ങാണ്, ഒരു ക്ലബിങ്ങാണ്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന കാര്യത്തിന് അർത്ഥമില്ല. ഏറ്റവും വലിയ ഭരണകർത്താക്കളിൽ ഒരാളായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ എഴുതി, ഇൻ ദ എൻഡ് we will remember not the words of our enemies but the silence of our friends. ശത്രുക്കൾ നമ്മളെ വിമർശിക്കുന്നു, എഴുതുന്നു, പൂമക്കത്ത് എഴുതുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ കൂട്ടുകാര് അത്യാവശ്യം വേണ്ടിടത്ത് മിണ്ടാതിരിക്കുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സൈലൻസ് വേദനാജനകമാണ്. ഈ സ്ഥാപനത്തോടും വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ധാരാളം പേരുണ്ട്. അത് തിരുത്തണം. ആ സൈലൻസ് നമുക്ക് ബ്രേക്ക് ചെയ്താലേ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ആഫ്റ്റർ എ ടൈം സിവിൽ സർവൻസ് tended to become no longer servants and no longer civil. എന്താണ്? കുറെ കഴിയുമ്പോൾ IAS, IPS എല്ലാവരും ഒന്നുമല്ല. കുറെ കഴിയുമ്പോൾ അവർക്ക് തോന്നും, ഞങ്ങൾ സെർവൻസ് ഒന്നുമല്ല, ഞങ്ങൾ മാസ്റ്റേഴ്സാണ്, ഞങ്ങൾ ഭരണക്കാരാണ്, ഞങ്ങൾ എല്ലാവരുടെയും മുകളിലാണ്. നോ ലോങ്ങർ സെർവൻസ് ആൻഡ് നോ ലോങ്ങർ സിവിൽ. അത് ഒരു സിവിക് കോൺഷ്യസ്നെസ് ഉള്ള അന്ന് പറയാൻ കൊള്ളുന്നതല്ല. സിവിക് കോൺഷ്യസ്നെസ് കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സിവിൽ സർവൻറ്റിൻ്റെ ആ പദവിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ പുറമേയുള്ള കാഴ്ചപ്പാടുകളൊക്കെ
മാറ്റി കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾ ശരിക്കും ഭരണകർത്താക്കളാകേണ്ടവരാണ്. IAS IPS ഓഫീസേഴ്സ് എല്ലാം അങ്ങനെയാണല്ലോ. അവര് എന്തിന്റെ ഭരണകർത്താക്കളാണ്? സത്യം ഇവിടെ പ്രിസർവ് ചെയ്യണം എന്നതിനു വേണ്ടിയാണ്. There is no correct way of doing a wrong thing. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. There is no correct way of doing a wrong thing. അത് തിരുത്തേണ്ടത് നിങ്ങളാണ്. IAS-കാരും IPS-കാരുമാണ് മന്ത്രിമാരെയും ഭരണകൂടത്തെയും എല്ലാം അത്തരം പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടതും സത്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് നോക്കേണ്ടത്. പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങളുടെ പഠിപ്പും സാമർഥ്യവും ഉള്ളവരായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ സത്യസന്ധമായ ഡിസിപ്ലിൻ പഠിക്കാനായിട്ട് കെൽപ്പുണ്ടാവുകയുള്ളൂ. നിങ്ങൾ അഴിഞ്ഞു പോയാൽ രാജ്യം പോയി, കൈവിട്ടു പോയി. അവിടെ പിന്നെ തെറ്റുകൾ തിരുത്താനോ ഡിസിപ്ലിൻ പാലിക്കാനോ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഒന്നും സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് നിരന്തരമായിട്ട് നിങ്ങൾ വായിക്കണം, പഠിക്കണം. ഈ രാജ്യത്തെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഇന്ത്യ എന്താണെന്നും ഈ രാജ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഒക്കെ മനസ്സിലാവുകയുള്ളൂ. വല്ലഭായ് പട്ടേൽ ഒരിക്കൽ എഴുതി, a civil servant should regard it as a proud privilege to belong to the service. The covenants of which you will sign and to uphold throughout your service its integrity and incorruptibility. അതുകൊണ്ട് നിങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനെ നല്ലതുപോലെ പഠിക്കേണ്ടത്. രാജ്യത്തിൻ്റെ ഭരണഘടന എന്താണെന്നും അത് ഇവിടെയുള്ള ഓരോ പൗരനെയും ഏത് ജാതിയിലോ ഭാഷയിലോ പെട്ടവനാണെങ്കിലും അവനെ സംരക്ഷിക്കുന്ന വിധം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടുകയില്ല. ഭരണഘടന നിങ്ങൾ വായിച്ച് പഠിക്കണം നല്ലതുപോലെ. അതിനകത്ത് ആണ് വാസ്തവത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതായിരിക്കാം. നിങ്ങൾ സംരക്ഷിക്കേണ്ടത് ആരെയാണെന്നും ഏത് വാല്യൂസ് ആണെന്നും നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകുന്ന ഗ്രന്ഥം അതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് ഈ വാല്യൂസിലാണ്. മൂല്യങ്ങൾ സംരക്ഷിക്കാത്ത ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ DGP-യോ അതൊന്നും ഒരു അർത്ഥവുമില്ല. അവർക്ക് ശമ്പളവും അവരുടെ പദവിയൊക്കെ കാണും. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് അവരുടെ കൈവശം ഒന്നും കാണുകയില്ല. നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യവും നിങ്ങളുടെ മതപരമായ പൈതൃകവും എല്ലാം സംരക്ഷിക്കപ്പെടണം. ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര തന്നെ അതാണല്ലോ. നിങ്ങളുടെ തിരുത്തൽ ശക്തികളായിരിക്കണം. ഇവിടെ എന്തുമാത്രം കൊലപാതകങ്ങൾ, അതുപോലെ സ്കൂൾ കോളേജ് തലത്തിലുള്ള അതിക്രമങ്ങൾ, വാഹനങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഇതെല്ലാം വർദ്ധിച്ചു വരികയാണ്. പേടിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. അതുപോലെ കാര്യങ്ങൾ പോവുകയാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും കായേൻ സിൻഡ്രോം ഉണ്ട്. സഹോദരനെ കൊല്ലുന്ന ആ ഒരു ചിന്തയാണ്. ബാബേൽ സിൻഡ്രോം ഉണ്ട്. പരസ്പരം അകന്നിരിക്കുക, പറയുന്നത് മനസ്സിലാകുന്നില്ല. നമ്മൾ പണിതുയർത്തുന്നുണ്ട്, പക്ഷെ അവിടെ നല്ല ബിൽഡിംഗ് അപ്പ് നടത്തുന്നില്ല. നോവ സിൻഡ്രോം ഉണ്ട്. എന്താണത്? ഡ്രിങ്കിങ് വൈൻ ആൻഡ് ഡൂയിങ് അൺഎത്തിക്കൽ തിങ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വരികയാണ്.
അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സാന്നിധ്യവും നിങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് സമാധാനപൂർവമായ ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇന്ത്യ ഒരു വിസ്താരമാണ്, ഒരു വലിപ്പമാണ്, ഒരു ഒഴുക്കാണ്, ഒരു മൂല്യ ട്രഷറിയാണ്, ജനാധിപത്യത്തിൻ്റെ പിള്ളത്തൊട്ടിലാണ്. അതൊക്കെ നിങ്ങൾ ആഴത്തിൽ പഠിക്കണം. എന്താണ് ഈ വലിപ്പം? എന്താണ് ഈ വിസ്താരം? ഇന്ത്യ ഒരു ഒഴുക്കാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് വിദേശികൾ പോലും നമ്മുടെ രാജ്യത്ത് ഡെമോക്രസിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാനും പഠിക്കാനും നിങ്ങളെപ്പോലെ ഈ രാജ്യത്തിൻ്റെ ക്ഷേമകരമായ കാര്യം സംരക്ഷിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നതും വളരെ വിലപ്പെട്ട കാര്യമാണ്. സ്റ്റീൽഡ് ഫ്രെയിംവർക്കാണ് നിങ്ങൾ. വെറുതെ പൊടിഞ്ഞു പോകുന്ന തടി കൊണ്ടുള്ള അലമാരയല്ല, വെറുതെ ഇരുമ്പുമല്ല, തുരുമ്പ് എടുക്കാത്ത എ സ്റ്റീൽഡ് ഫ്രെയിംവർക്ക് ഓഫ് ദ നേഷൻ. അതാണ് സിവിൽ സർവൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൽ നിൽക്കാൻ പറ്റണം, നിലപാടുകൾ ഉണ്ടായിരിക്കണം, മൂല്യാധിഷ്ഠിതമായ നിലപാട് ഉണ്ടായിരിക്കണം. ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നിരന്തരം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിരന്തരമായ വായന നിങ്ങൾ ശീലിക്കണം. വായനയിൽ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ ഫീൽഡിലേക്ക് പോകരുത്. എല്ലാ പത്രങ്ങളും വായിക്കണം, ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളുടെ മാതൃഭാഷയുമുള്ളതെല്ലാം. ആ പത്രങ്ങളെല്ലാം ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യം മാത്രമല്ല, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. നിരന്തരമായിട്ട് നിങ്ങൾ വായിക്കണം. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിയണം. ഏതെങ്കിലും അപകടങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടരുത്. അപകടത്തിൽപ്പെടുന്നവരും ചിലപ്പം കുറ്റം ചെയ്യുന്നവരും ഓടി രക്ഷപ്പെടുമായിരിക്കും. നിങ്ങൾ ഓടിപ്പോകരുത്. നിങ്ങൾ സ്റ്റേബിളായിരിക്കണം, നിലപാടുകൾ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ള വലിയ കരുത്തന്മാരുടെ ശുശ്രൂഷകളിലൂടെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. അഡ്മിനിസ്ട്രേഷന്റെ ഭദ്രമായ മുഖം നിങ്ങളുടെ കയ്യിലാണ്. ഇതിന് വെറുതെ ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സ്റ്റാഫിനെയോ മാത്രം വിമർശിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവും നിങ്ങളുടെ വിശുദ്ധിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Where there is unity, there is victory. Learn to live together as brothers. ഇവിടെ നിങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ആളുകൾ വരുമ്പോൾ നിങ്ങൾ ഈ വീട്ടിലാണ്, ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ നിങ്ങൾ കാണാനും പഠിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കണം. ഞാൻ 5 വർഷക്കാലം പൂന പേപ്പർ സെമിനാരിയുടെ കമ്മീഷൻ പിതാക്കന്മാരിൽപ്പെട്ട 3 പേരിൽ ഒരാളായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഞാൻ ആലുവായാലും കോട്ടയത്തുമൊക്കെ ആ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാവരും മലയാളികളാണ്. പേപ്പർ സെമിനാരിൽ ചെല്ലുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള വലിയ വിദ്യാർത്ഥികളാണ് അവിടെ. എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള കുട്ടികളാണ്. അവരുടെ വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങൾ, അവരുടെ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അവർ നമുക്ക് നൽകുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള വലിയൊരു തുറവി, അതൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ഡൈവേഴ്സിറ്റി ആണ് വിലപ്പെട്ട കാര്യം. ആ ഡൈവേഴ്സിറ്റിയിൽ ഒറ്റ രാജ്യമായിട്ട് ഒറ്റ കുടക്കീഴിൽ നമുക്ക്
ജീവിക്കാനും പെരുമാറാനും സാധിക്കണം. ഇത് വെറുതെ ഒരു തൊപ്പി ധരിക്കുന്ന ജോലിയല്ല, ഒരു കാക്കിയിടുന്ന ജോലിയല്ല, അല്ലെങ്കിൽ ഒരു സർക്കാർ വണ്ടിയിൽ പോകുന്ന കാര്യമല്ല. സർവീസാണ്. ആ സർവീസിൽ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആണ്, നിങ്ങൾക്ക് കൊടുക്കാനും കഴിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെ പോലെയുള്ള ഈ രൂപതകള് ഇതുപോലുള്ള വലിയ ത്യാഗം എടുക്കുന്നത്. അത് വളരെയേറെ പ്രയാസം പിടിച്ചിട്ടാണ് ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. ഈ മാനേജേഴ്സിനും പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും ഒക്കെ ഇതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും നിരവധിയായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഈ ക്യാമ്പസ് നിറയെ സിവിൽ സർവൻസ് കുട്ടികളുണ്ടായിരിക്കണം. നിങ്ങളുടെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഇതിന് ആവശ്യം. നിങ്ങളുടെ കൂട്ടുകാരോട്, വീട്ടുകാരോട്, നിങ്ങളുടെ സ്വന്തം പ്രദേശിനോട്, സിസ്റ്റേഴ്സിനോട് പറയണം, ഇവിടെ പാലാ സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കണം എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ഇതിൻ്റെ സ്നേഹന്മാരായിരിക്കണം. നിങ്ങൾ മനസ്സ് തുറന്ന് ഇതേക്കുറിച്ച് പറയണം. ഇവിടെയുള്ള അധ്യാപകരെ കുറിച്ച്, നമ്മുടെ സിലബസിനെ കുറിച്ച്, ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ക്യാമ്പസിനെ കുറിച്ച്, സെന്റ് തോമസ് കോളേജിനെ കുറിച്ച്, മീനച്ചലാറിനെ കുറിച്ച്, ഇതൊക്കെ നമ്മൾ സംസാര വിഷയമാക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് പഠിച്ച് കീഴോട്ട് നോക്കി ആരെയും ഫേസ് ചെയ്യാൻ അങ്ങനെ പോകേണ്ടവരല്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കണ്ണു തുറന്ന് നോക്കണം. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ 4 മാസം കഴിയുമ്പം വിളവെടുപ്പാകും. കർഷകനെ കണക്കൂട്ടി പറയില്ല. ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്, ഇപ്പോൾ വയലിൽ വിളഞ്ഞു കിടക്കുകയാണ്. എന്തിനാണ് 4 മാസം നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഈശോയിലേക്ക് വരാൻ, സുവിശേഷം കേൾക്കാൻ ആളുകൾ കൊതിച്ചു നിൽക്കുകയാണ്. അതാണ് ഈശോ പറഞ്ഞത്, കണ്ണു തുറന്ന് നോക്ക്. കണ്ണു തുറന്ന് നോക്കിയാൽ ഈ 4 മാസം, 5 മാസം, 8 മാസം, 2 കൊല്ലം ഇതൊന്നും കണക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഫീൽഡ് നിങ്ങളുടെ മുമ്പിലാണ്. അങ്ങനെ നിങ്ങൾ സ്മാർട്ടായിട്ട് പെരുമാറണം. ഈടുറ്റ പുസ്തകങ്ങളും വായിക്കണം. അനാവശ്യമായിട്ട് നിങ്ങൾ മൊബൈൽ ഫോണുകളിലേക്കും അല്ലെങ്കിൽ AI സംവിധാനത്തിലേക്കും എല്ലാം പോയി നിങ്ങൾ സമയം കളയണം. നല്ല സ്റ്റാൻഡേർഡുള്ള പുസ്തകങ്ങൾ വായിക്കണം. നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കണം. ഹിന്ദു പേപ്പർ വായിക്കണം. അതുപോലെ മറ്റു ഇംഗ്ലീഷ് പത്രങ്ങളുമല്ല. അത് നിങ്ങളുടെ ഭാഷയെ വളർത്താൻ പര്യാപ്തമാകും. പൊതു കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഈ കുടിവരവും നിങ്ങൾ ഇതിനോട് കാണിക്കുന്ന ഈ ഒരു വലിയ തുറവിയും ഒക്കെ വിലപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾ നല്ല സമർത്ഥന്മാരാണെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ ഈ പാലാ സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനമായിട്ട് മാറ്റാൻ കഴിയും. നിങ്ങൾ മിടുക്കരാണെങ്കിൽ, നിങ്ങൾ മേടിക്കുന്ന റാങ്കുകൾ, നിങ്ങൾ കൊടുക്കുന്ന കമൻസ്, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആശയങ്ങൾ, അതിലൂടെ അങ്ങനെ നിങ്ങൾ അധ്വാനിക്കണം. ഈ സ്ഥാപനം നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഫോർമേഷൻ ഇൻ്റലക്ച്വൽ ഹൗസായിട്ട് മാറണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ത്യാഗമെടുത്ത് ഇതുപോലെ അധ്വാനിക്കുന്നത്. നിങ്ങളെ ഉദ്ദേശിച്ചാണ്, ഈ രാജ്യത്തെ ഉദ്ദേശിച്ചാണ്. ഈ രാജ്യം വളരണം. അതിൽ നിങ്ങളുടെ നിർണായകമായ പങ്ക് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ലത്തീൻ സ്റ്റേറ്റ്മെൻ്റാണ്. ഊനോസ് പ്രോ ഓംനിമുസ്, ഓംനെസ് പ്രോ ഊനോ. വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. അതാണ് യൂണിറ്റി. ഒരു രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതിൻ്റെ കമ്മ്യൂണിയൻ, അതിൻ്റെ സോളിഡാരിറ്റി, ഐക്യം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. മന്ത്രി വരുന്നിടം വരെ ഞാൻ പ്രസംഗിക്കാൻ എന്നായിരുന്നു
ഞാൻ സമ്മതിച്ചിരുന്നത്. അത് ഇപ്പോൾ ഈ നിമിഷത്തിൽ പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്.